അല്ല എന്നാലും ഇതിനെ പറ്റി ഇപ്പൊ ഇവരെ കണ്ട ഒരു 10 മിനിറ്റ് ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കൂടി നമ്മൾ പറഞ്ഞു. അതെ അല്ലേ നിൽക്കുന്നില്ല. അതെ വിവാഹിതരാകുന്ന കൂടിച്ചേരുന്ന ഈ ദമ്പതികൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോസിൻ്റെ സെക്കൻഡ് പാർട്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് നടന്നൊരു നിക്കാഹ് കേട്ടോ. അപ്പം രാവിലെ തന്നെ കുളിച്ച് റെഡി പള്ളിയിൽ പോയി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിക്കാഹ് മറ്റു കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കാൻ നടക്കുന്ന പള്ളി വണ്ണപ്പുറം തന്നെയാണ് കേട്ടോ. ടൗൺ പള്ളിയാണ്. ഇവൻ്റെ വീടും ഈ പെണ്ണിൻ്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 2-3 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് പെണ്ണിൻ്റെ വാപ്പ. പിന്നെ ഈ നിക്കാഹ് എന്ന് പറഞ്ഞൊരു പരിപാടി എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറത്തെ പരിപാടിയാണ്. السلام على سيدنا محمد وعلى آله وصحبه أجمعين. أزوجك على ما أمر الله به من إمساك بمعروف أو تصريح بإحسان. زوجتك وأنكحتك بنتي فدا فاطمة. ഹലാലായ പ്രണയപ്പെട്ടവനെ കൂട്ടിച്ചേർത്തതിനെ ഞാൻ സ്വീകരിച്ച് തൃപ്തിപ്പെട്ടും പൊരുത്തപ്പെട്ടു. രണ്ടുപേരും സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓ നൈസ് ഫ്രൈ. അപ്പോൾ അങ്ങനെ നമ്മൾ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്തായിരിക്കും? ഫുഡ്. ഓക്കെ. പിന്നെ എന്താ പറയുക, നമ്മുടെ ഇതിനെപ്പറ്റി വല്ലതും പറഞ്ഞേ, 2 വാക്ക് സംസാരിക്കുമ്പോൾ. ഓക്കെ. അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ കല്യാണം പൊളിക്കണം. ഓക്കെ അല്ലേ? ഇവിടെ ക്യാമറ ഒന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഇപ്പം നിക്കാഹെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കൊച്ചു പരിപാടിയായിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇനി ചെറുക്കനും പെണ്ണും അക്ഷയിലായിട്ട് പോയേക്കാണ് മറ്റേ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി, മറ്റേ നമ്മുടെ ഇത് പരിപാടി. അപ്പോൾ ഇനി അവിടെ നേരെ വന്നിട്ട് റിസപ്ഷൻ പരിപാടിയെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ബാക്കി തടഞ്ഞിട്ട് കാണാം കേട്ടോ. ഓക്കെ. ക്യാമറ. അപ്പോൾ ഇതിനടുത്ത് ഹോളിലോട്ട് പോകാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ പെണ്ണിന് കൊടുക്കേണ്ട ചോക്ലേറ്റും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ആൻറ്റി ചാക്കായിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്താ ഫുഡാന്ന് നമ്മൾ അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ചെറുക്കൻ എല്ലാം സെറ്റായിട്ടുണ്ട്. പുള്ളി ആ വെൽ സെറ്റിലാണ് പുള്ളി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ഓക്കെ. പിന്നെ ഇതെന്ന് വെച്ചാൽ ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. ആകെ 10-200 പേരിൻ്റെ അടുത്തുള്ള ആൾക്കാരുള്ള മൊത്തത്തിൽ. ഇതെല്ലാം നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചെറുക്കനെ മാറ്റി എടുത്തിട്ടാണ് എല്ലാവരും ഷൂട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് മറ്റുള്ള പരിപാടിയിൽ കാണാം കേട്ടോ. ഓക്കെ. ഇല്ല
ഇവിടെ വന്നപ്പോഴും ഞാൻ അറിഞ്ഞ എല്ലാവരും ഡ്രസ് കോഡിലാട്ടോ, ബ്ലാക്ക് കിട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നിക്കാഹിന് എല്ലാവരും വൈറ്റ് ആയിരുന്നു. പിന്നെ റിസപ്ഷൻ അല്ല, മീൻസ് പെണ്ണിൻ്റെ ആ ഹോളിലോട്ട് പോകുന്ന ടൈമിൽ എല്ലാവരും ബ്ലാക്കിലായിരുന്നു. ശരിക്കും ഞാനും ബ്ലാക്ക് ഡ്രസ്സ് എടുത്തായിരുന്നു. പക്ഷെ ഞാൻ എടുത്തില്ല, വീട്ടിൽ നിന്ന് എടുത്തില്ല. എന്ന് വെച്ചാൽ വൈറ്റ് എന്ന് വെച്ചാൽ 2 ഡ്രസ്സായിട്ട് വരില്ല. പിന്നെ എന്ന് വെച്ചാൽ വൈറ്റ് ഞാൻ കഴിഞ്ഞ പെരുന്നാളിന് എടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ഉള്ളൂ എന്ന് തോന്നുന്നു ആ ഹോളിലേക്ക്. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണത്. ശരിക്കും പറഞ്ഞാൽ ആ ഹോള് നല്ല സൂപ്പറാട്ടോ. എന്ന് വെച്ചാൽ തൊട്ട് മുകളിൽ മലയും പിന്നെ സ്കൂളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മാമലക്കണ്ടം ആ സ്കൂളൊക്കെ ആ ഒരു അതുപോലെയല്ല, എന്നല്ല ഏറെക്കുറെ അതുപോലെ തന്നെ സാമ്യമായിട്ടുള്ള സ്ഥലമാണ്. എന്നാലും കൊള്ളാം. പിന്നെ നമ്മുടെ വണ്ടി അവിടെ നിന്ന് വിട്ട് കുറേ പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പിള്ളേരെല്ലാം കൂടി വണ്ടി അടുത്തിട്ട് കൊന്ന് ആ ഒരു സെറ്റപ്പിലേക്ക് ആയിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതിന് തൊട്ട് താഴത്തെ കേട്ടോ ഈ പറഞ്ഞ ഹോള്. എന്ന് വെച്ചാൽ വണ്ണപ്പുറം സിറ്റി തന്നെയാണ് ഈ പള്ളിയും ഈ ഹോളും ഇവരുടെ വീടല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണെല്ലാം നമ്മൾ താഴത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അത്യാവശ്യം പറഞ്ഞ പോലെ വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ. മൊത്തത്തിലൊരു 200 പേരുടെ അടുത്തുള്ള പരിപാടിയിലാട്ടോ. ഓക്കെ, ഇവിടെ നോക്കാം. അതൊന്നും അതിൻ്റെ പേടിയാ. അപ്പോൾ അങ്ങനെ പെണ്ണിനെ ഇറക്കാനുള്ള പരിപാടിയിലാട്ടോ. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാർഡിലാണ് പെണ്ണിരിക്കുന്നത് കേട്ടോ. പിന്നെ അവരെ എന്താ പറയുക, പെണ്ണിനെ ഇറക്കിയിട്ട് ഒരുമിച്ച് നടന്നു പോകാനുള്ള പ്ലാനിലാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് തന്നെയാണ്, ക്യാമറ നമ്മുടെ ഒരു ക്യാൻ എടുക്കുന്നത് കേട്ടോ. മീൻസ് നമ്മുടെ വർക്കിന് പുള്ളിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പെണ്ണും ചെറുക്കനും കാറിൽ ഇറങ്ങി. പിന്നെയെന്ന് വെച്ചാൽ പുള്ളിയുടെ നമ്മുടെ ചെക്കൻ്റെ ഫേസിൽ ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി കറക്റ്റ് 10 മണിക്ക് പുള്ളി ഇവിടുന്ന് പോകും കേട്ടോ. അതിൻ്റെ ചെറിയ ടെൻഷനുണ്ട്, പിന്നെ പുള്ളി സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒരു 4 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതായിട്ടുള്ള കല്യാണമാണ്. അതുകൊണ്ട് അതിന് ഒരു ഇതില്ല. പിന്നെ പുള്ളി വന്നിട്ട് 1 മാസമായി, 1 മാസം പുള്ളിക്ക് ലീവുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും സ്റ്റേജിലോട്ട് കയറാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഒരു ഉച്ച വരെ നല്ല മഴയായിരുന്നു. പിന്നെ ആ ഒരു വൈകുന്നേരം ടൈമിൽ ചെറുതായിട്ട് മഴ ഒന്ന് മാറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ എല്ലാവരും പെട്ടെന്ന് ഒരു കയറിക്കുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറുക്കനും പെണ്ണ് സ്റ്റേജിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ പെണ്ണിനുള്ള ഗിഫ്റ്റിനുള്ള സാധനം കൊണ്ട് സ്റ്റേജിലോട്ട് കയറണം. അപ്പോൾ അതിൻ്റെ പരിപാടിയിൽ എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വലിയ ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇനി ഗിഫ്റ്റ് എല്ലാം കൊടുക്കണം. പിന്നെ ചെറിയൊരു ചടങ്ങുണ്ട്, എന്ന് വെച്ചാൽ പാല് കൊടുക്കൽ, ആ ഒരു പരിപാടി. പിന്നെ മഹർ താലിമാല കെട്ടിക്കൊള്ളുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെറിയൊരു പ്രോഗ്രാമുകൾ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ പരിപാടികളാണ്. അപ്പോൾ എല്ലാവരും കൂടി സ്റ്റേജിൽ കയറി പെണ്ണിൻ്റെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഫോട്ടോഷൂട്ടെല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് ആന്റിമാരാട്ടോ. ഇവർ സ്റ്റേജിൽ കയറില്ല, ഇവർ ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സ്റ്റേജിൽ കയറില്ല. അങ്ങനെ പറഞ്ഞവർ പടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ മാമായാണ്. പുള്ളി എനിക്കൊരു എതിരാളിയാണ്. പുള്ളി ഫുൾ ടൈം കംപ്ലീറ്റ് ക്യാമറയായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, പരിപാടി ഏറെക്കുറെ കഴിയാറായിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി താലി കെട്ടുള്ള പരിപാടിയാട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ താലിമാല കെട്ടുന്ന പരിപാടിയാണ്. അപ്പോൾ അത് ഈ താലിമാലയും പിടിച്ചിരിക്കുന്ന പുള്ളിയുടെ ചെക്കൻ്റെ ആകെ ഒരു അളിയനാട്ടോ. അളിയൻ ഇങ്ങനെ താലിമാല തൂക്കി നോക്കണം, ഇത്ര ഗ്രാമുണ്ട്, എത്ര പവനൊക്കെ ഉണ്ട് നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ പെണ്ണിന് തൊട്ടിപ്പുറത്തിരിക്കുന്നതാണ് ചെക്കൻ്റെ പെങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ഫാമിലി, അപ്പോൾ എല്ലാം കൂടി താലിമാല കെട്ടുന്ന പരിപാടിയിലാണ്. ഓക്കെ, പുഞ്ചിരിക്ക് കണ്ടോട്ടെ. അതിനെ ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് കൊടുത്താൽ മതി കയ്യിലായിട്ട്. പുറത്ത് പോകാൻ അയക്കാൻ വേണ്ട, കൊടുക്കാം, ജസ്റ്റ് കൊടുക്കാം. ആ കൊടുത്തോ. അത് നേരെ ക്യാമറ പിടിക്ക്. ഹോൾഡ്
ഓക്കെ എന്നിട്ട് ക്യാമറ ഇതാടാ നീ ഇങ്ങോട്ട് നോക്ക് തിരിച്ചിട്ടോ നീ ഇവിടെ നോക്ക് ആ അവിടെ തിരിച്ചോ എടാ ചിരിക്കടാ ചോദ് വലിയ വിളി കണ്ടോണ്ട് ആ പാട്ട് ഓഫ് ആയി ആ വെച്ചോ പയ്യെ സ്ലോ നീ ആഗ്രഹം പിടിക്കില്ല ഞാൻ ആ കുറച്ച് പിടിച്ചോ കേട്ടോ ഓ അത് തിരിച്ചു കൊടുത്തില്ല ആ ഓക്കെ എടാ കുറച്ച് ആയില്ല അപ്പം അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇതാണ് ചെറുക്കൻ്റെ ഫാമിലി കേട്ടോ. ചെറുക്കൻ്റെ അളിയൻ, വാപ്പ, ഉമ്മ, പെങ്ങള് ഇത്ത. ഓക്കെ, അപ്പോൾ ഇനി ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞു. പിന്നെ ചെറുക്കനെ പിന്നീട് നേരെ വീട്ടിലോട്ട് കൊണ്ടുവരിക. പിന്നെന്ന് വെച്ചാൽ പിന്നെ പുള്ളിക്ക് പോകാൻ സമയമായിട്ടോ. അതിൻ്റെ ഒരു ടെൻഷൻ പുള്ളിയുടെ മുഖത്തുണ്ട്. അച്ചു ജസ്റ്റ് അങ്ങോട്ട് രണ്ട് ചുമ്മാ ഇങ്ങനെ കാണിക്കേ അപ്പോൾ ലാസ്റ്റ് പ്രോഗ്രാമായിട്ട് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് എല്ലാം ഉണ്ട് കേട്ടോ. ഇത് അവരുടെ പെണ്ണിൻ്റെ ഫാമിലീസാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ കേക്ക് മുറി എല്ലാം കഴിഞ്ഞാൽ പിന്നെ നേരെ കപ്പിൾ ഫോട്ടോ എടുക്കുക. അത് കഴിഞ്ഞാൽ നേരെ ചെറുക്കൻ്റെ വീട്ടിലായിട്ട് പെണ്ണും ചെറുക്കനും കൂടി. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി എല്ലാം ഭംഗിയായിട്ട് തീർന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു നിക്കാഹാണ്. അങ്ങനെ അധികം ആരും ഉണ്ടായിട്ടൊന്നുമില്ല. അത്യാവശ്യം ഫാമിലി ഉണ്ട്. അപ്പോൾ അങ്ങനെ കേക്ക് മുറി എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ നേരെ കപ്പിൾ ഫോട്ടോ എടുക്കുക. പിന്നെ ചെറുക്കനും പെണ്ണിനും കൂട്ടി നേരെ ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ അതിനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് കാണാം കേട്ടോ. പറഞ്ഞു അല്ല, എന്നാലും ഇതിനെ പറ്റി ഇപ്പൊ ഇവരെ കണ്ട ഒരു 10 മിനിറ്റ് ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് പുള്ളി പറഞ്ഞു. എങ്ങനെയുണ്ട്? ആണോ? ഇവനെങ്ങനെ ഇക്കൂന്ന് വിളിക്കണോ അതോ അച്ചുന്നാണോ അജുന്നാണോ? ഇവനെ പോപ്പി കിട്ടുന്ന എന്നെ എന്ത് വിളിക്കണേ? അതെ അല്ലേ നിൽക്കുന്നില്ല അല്ലേ പറഞ്ഞു അത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഏതാണ്ട് എല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ നേരെ ചെറുക്കൻ പെണ്ണും ഡ്രസ്സൊക്കെ മാറ്റി നേരെ വന്നേക്കാട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഈ പുള്ളിക്ക് പോകാൻ സമയമായി. പിന്നെ നേരെ പെട്ടി പാക്ക് ചെയ്യുക. പിന്നെ അടുത്ത പരിപാടി കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാലും പുള്ളിയുടെ മുഖത്ത് ഇപ്പോൾ ആ ടെൻഷനുണ്ട്. പുള്ളിയുടെ ആ സന്തോഷമെല്ലാം പോയി ഭയങ്കര ടെൻഷനാട്ടോ. എന്ന് വെച്ചാൽ അതങ്ങനെയാണല്ലോ. പുള്ളി ഓൾറെഡി നിക്കാഹ് കഴിഞ്ഞ് അന്ന് തന്നെ പുള്ളി നേരെ ഗൾഫിലോട്ട് കയറി പോവാണ്. ഓക്കെ, അപ്പോൾ എല്ലാം ചെറുക്കൻ പെണ്ണ് വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടിയിലായിട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെക്കനെ യാത്ര ആക്കാൻ കേട്ടോ. ചേർന്നോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറിയൊരു കൊച്ചു വീഡിയോ ആയിരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഷോർട്ട് ബൈ.